കേരളത്തിൽ ബ്രൂവറി തുടങ്ങിയാൽ കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുമത്രേ. പറയുന്നത് ആരാണെന്നറിയാമോ? കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുന്നു എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ. ഇത്രയും വലിയ സാമ്പത്തിക വിദഗ്ധനെ നോബലിന് പരിഗണിക്കണമായിരുന്നു. ഇത് വിവരക്കേടാണ് എന്ന് കരുതി സമാധാനിക്കാം എന്ന് കരുതിയാൽ ദാ വരുന്നു അടുത്ത ഗുണ്ട്. കോളേജിന് എന്ന് പറഞ്ഞു കൊടുത്ത സ്ഥലത്താണ് അത്ര ബ്രൂവറി വരുന്നത്. എന്നാൽ സതീശൻ പറഞ്ഞതും കോളേജ് അധികൃതർ പറയുന്നതും ഒന്ന് കേട്ടു നോക്കൂ. ഇലപ്പുള്ളി പഞ്ചായത്തിൽ 26 ഏക്കർ ഈ സ്ഥലം മതിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. നാട്ടുകാരോടും പഞ്ചായത്തിനോടും ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങാനാണ്. കോളേജ് തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ. ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ്, മദ്യനിർമ്മാണ യൂണിറ്റാണ്. കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത്. 2 കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച. 2 കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി പറയണം. അവിടെ 22 ഏക്കർ ഇല്ല. ഞങ്ങൾ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിന് വാങ്ങിയ 7 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള സ്ഥലം അത് ബ്രൂവറിയോ ആരോ കമ്പനിക്കാർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അവർ സത്യം പറഞ്ഞാൽ ഒരു അപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞങ്ങളെയും സമീപിച്ചിരുന്നു 1 വർഷം മുന്നേ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കോളേജ് എടുത്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാ അപ്രൂവലും പെർമിഷനോട് കൂടി ഇവിടെ 300ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരങ്ങോട്ട് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വാർത്ത ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് പറയുന്നതും ഇന്നലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നമ്മളിങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് എന്താ പറയുക ബ്രൂവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന്, പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ, അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ദേഹം എന്തെങ്കിലും സത്യം പറഞ്ഞാൽ അതായിരിക്കും സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇമ്മാതിരി ഒരെണ്ണം പഠിച്ചു പറയുന്നു എന്ന് പറയുന്ന, വായനാശീലമുണ്ട് എന്ന് പറയുന്ന 4ാം കിട ഊള കുത്തിത്തിരിപ്പ് വീരൻ, അതാണ് സതീശൻ. ഇതുപോലെ കഴിവേറിയവനാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. മാപ്രകൾ ഊതി വീർപ്പിക്കുന്ന ഒരു ബലൂൺ.